നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് നേടിയ വിജയം തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന UDF-ന് ആത്മവിശ്വാസം പകരും. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ LDF സീറ്റ് UDF പിടിച്ചെടുക്കുന്നത് ഇതാദ്യമാണ്. ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് തെളിയിക്കുന്ന UDF വിജയം മൂന്നാമതും ഭരണം എന്ന ലക്ഷ്യം വെച്ച് നീങ്ങുന്ന LDF-നെ പരിശോധനകൾക്ക് പ്രേരിപ്പിക്കുന്നതാണ്. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് നടക്കുന്ന അഞ്ചാമത്തെ ഉപതെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിലേത്. 3 മണ്ഡലങ്ങൾ നിലനിർത്തി UDF-ഉം 1 സീറ്റ് നിലനിർത്തി LDF-ഉം തൽസ്ഥിതി പാലിച്ചു. എന്നാൽ നിലമ്പൂരിലെ വിജയം ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. LDF-ന്റെ സിറ്റിംഗ് സീറ്റ് UDF പിടിച്ചെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന UDF-ന് ഇത് വലിയ ആത്മവിശ്വാസം പകരും. PV അൻവറിന്റെ പിന്തുണയില്ലാതെ ഒറ്റയ്ക്ക് നേടിയ വിജയം UDF-ന്റെ രാഷ്ട്രീയ ജയമാണെന്ന് നിസ്സംശയം പറയാം. വിവിധ പാർട്ടികൾ ഒരുമിച്ച് ചേർന്നാണ് മുന്നണി ഉണ്ടാകുന്നത്. പക്ഷെ അവരെല്ലാം ഒരുമിച്ച് ചേർന്ന് ഒരു പാർട്ടിയെ പോലെ പ്രവർത്തിക്കുക എന്നത് വളരെ അപൂർവമായി നടക്കുന്ന കാര്യം. അതാണ് കേരളത്തിൽ ഞങ്ങൾ തെളിയിച്ചത്. ഈ ടീം UDF ആയിരിക്കും 2026-ൽ 100-ലധികം സീറ്റുമായി അധികാരത്തിൽ വരുന്നത്. ആ ആത്മവിശ്വാസമാണ് ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് നൽകിയത്. കരുത്തനായ M സ്വരാജിനെ തോൽപ്പിച്ചാണ് വിജയമെന്നതും UDF നേട്ടത്തിന്റെ മാറ്റുകൂട്ടുന്നു. മുന്നണിയുടെ ഭൂരിപക്ഷത്തിലും PV അൻവറിന്റെ വോട്ടുകളുമായി ഭരണവിരുദ്ധ വികാരം പ്രകടമായതും തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ഒരുങ്ങുന്ന UDF-ന് അനുകൂല ഘടകമാണ്. ഈ വർഗീയത ഒക്കെ വളരെയധികം പറയുന്ന ആളുകൾക്ക് നിലമ്പൂർ ഒരു പാടാണ്. ജാതി മത അടിസ്ഥാനത്തിലൊന്നും കേരളത്തെ വിഭജിക്കാൻ കഴിയില്ല. മതേതര കേരളത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട എന്നാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കാണിക്കുന്നത്. മൂന്നാമതും ഭരണത്തുടർച്ച ലക്ഷ്യപ്പെട്ട് നീങ്ങുന്ന LDF-ന് നിരാശ പകരുന്നതാണ് നിലമ്പൂരിലെ തോൽവി. ഭരണത്തുടർച്ച പൊതുബോധമാക്കി മാറ്റാനുള്ള പ്രചരണ തന്ത്രങ്ങൾക്കേറ്റ തിരിച്ചടി കൂടിയാണ് നിലമ്പൂരിലെ പരാജയം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയെ ക്യാപ്സൂളിറക്കി ന്യായീകരിച്ചു പോന്നിരുന്ന CPI നേതൃത്വത്തിന് ഇനി ഭരണവിരുദ്ധ വികാരമില്ലെന്ന് പറഞ്ഞു നിൽക്കാനാവില്ല. തോൽവി ഉയർത്തിക്കാട്ടി CPI അടക്കമുള്ള ഘടകകക്ഷികൾ തിരുത്തൽ ആവശ്യപ്പെട്ട് രംഗത്ത് വരാനുള്ള സാധ്യതയുമുണ്ട്. രാഷ്ട്രീയ ഭരണ സമീപനങ്ങൾ പരിശോധിക്കാനും തിരുത്താനുമുള്ള അവസരമായി നിലമ്പൂർ തോൽവി ഉപയോഗപ്പെടുത്തിയാൽ LDF-ന് തിരിച്ചുവരവ് അസാധ്യമല്ല. നിലമ്പൂർ ജയത്തോടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ UDF-ന്റെ ആകെ നേതാവെന്ന സ്ഥാനം അരക്കിട്ടുറപ്പിക്കുകയാണ്. ഉറച്ച നിലപാടും തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും സതീശനെ കരുത്തനാക്കുന്നു. നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ചുക്കാൻ പിടിച്ച AP അനിൽകുമാറും KPCC നേതൃത്വത്തിൽ സ്ഥാനം ഉറപ്പിക്കുകയാണ്. 3 മുന്നണികളോടും ഒറ്റയ്ക്ക് മത്സരിച്ച് നിർണായക വോട്ട് നേടിയ PV അൻവറും കരുത്തു തെളിയിച്ചു. പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് നിലമ്പൂർ പോര് അൻവറിന് ആത്മവിശ്വാസം നൽകും. നിലമ്പൂരിൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ കഴിയാത്തത് BJP-ക്കുള്ളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് സൂചന. 24 തിരുവനന്തപുരം.